ഹലോ വെൽക്കം ബാക്ക്. എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നേക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് കളക്ഷൻ കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചെറിയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു മേക്കപ്പ് കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതിൽ കൂടുതലുണ്ട്, പക്ഷേ ഇത് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണതെല്ലാം ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് പൗച്ചിൽ, ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. 25 പൗണ്ട് അങ്ങനെ എന്തോ ഇരുന്നെന്ന് തോന്നാൻ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാര്യം നമ്മുടെ മേക്കപ്പ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ വെച്ചാൽ എളുപ്പമായിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും, എടുത്താലും വൃത്തിയായിട്ടിരിക്കാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പം വേറെ സ്ഥലത്തൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് മിസ്സാവുമായിരുന്നു. ഇപ്പം ഇല്ല, കറക്റ്റായിട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ബെനിഫിറ്റ് ഈ ഒരു മേക്കപ്പ് ഓർഗനൈസർ തന്നിട്ടുണ്ട്. അപ്പം ഓപ്പൺ ചെയ്യാം. ഇങ്ങനത്തെ ഒരു പൗച്ചിൽ ഫുള്ള് ഞാൻ ബ്രഷ്, ലിപ് പെൻസില്, പിന്നെ ഹെയർ കോംസ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്. ലിപ് പെൻസിലൊന്നും കാണിക്കാനില്ല, ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യണതല്ല. അപ്പം എനിക്കിതിൽ ഫുള്ളെടുത്ത് നിങ്ങൾ ഓരോന്ന് ഞാൻ കാണിക്കണില്ല. ഞാൻ ജസ്റ്റ് എനിക്ക് എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രമേ ഇതിൽ നിന്ന് ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് ലിപ് ഗ്ലോസ്, ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കണത്. പിന്നെ ഇതെന്ന് പറയണത് ഞാൻ എപ്പോഴും ഡെയിലി മേക്കപ്പ് ചെയ്യാറില്ല. അപ്പം ഡെയിലി ഞാൻ ചെയ്യണത് മോയ്സ്ചറൈസറും സൺസ്ക്രീനാണ്. അത് റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഞാൻ യൂസ് ചെയ്യണത് ഒലയുടെ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനൊക്കെ ഞാൻ പുറത്ത് വെച്ചേക്കണേ. പിന്നെ എൻ്റെ ഫേവറേറ്റ് ലിപ് ബാമും ഞാൻ പുറത്ത് വെച്ചേക്കണേന്. അത് ഞാൻ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം. അപ്പം അതൊക്കെ പുറത്താണ്, അത് റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ വല്ല കാലത്ത് ഇതേപോലെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. അത്രയും എനിക്കിഷ്ടമുള്ള സാധനങ്ങളായിരിക്കും ഈ ഒരു പൗച്ചിൽ ഇരിക്കണത്. അപ്പം നിങ്ങളെ ഞാൻ ഇഷ്ടമുള്ള ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്സ് ആയിട്ട് കാണിക്കാൻ പോകണം. അപ്പോൾ ലിപ്സ്റ്റിക്കിൽ എൻ്റെ ഇതിൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു 3 എണ്ണമാണ് എൻ്റെ ഫേവറേറ്റ്സ്. അല്ലാതെയും കുറേയൊക്കെ ഉണ്ട്, പക്ഷേ ഈ 3 എണ്ണമാണ്. ഞാൻ ഷാർലറ്റ് ടിൽബറിയുടെ ഈ ഒരു ലിപ് ഷെയ്ഡ്, പിന്നെ സൂപ്പർ വൈനലിങ്ങിൻ്റെ മേബിളൈൻ്റെ ഇത് അടിപൊളിയാണ്. പിന്നെ ഒരെണ്ണം എൻ്റെ ഫേവറേറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ പുറത്താണ് വെച്ചത്. സാക്ക് എവിടെയോ വെച്ചിട്ട്, അത് ലോറിയലിൻ്റെ, എനിക്ക് തോന്നുന്നു ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. അത് ഞാൻ റെഗുലറായിട്ട് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതാട്ടോ, പീച്ച് ഷെയ്ഡായിട്ട് വരുന്നത്. പിന്നെ ഈ ബോബി ബ്രൗണിൻ്റെ ഈ ഒരു ലിപ് ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ലിപ് ഗ്ലോസുകളുണ്ട്. ലിപ് ഗ്ലോസ് എനിക്ക് അങ്ങനെ ഫേവറേറ്റ് എന്ന് പറയാൻ എനിക്ക് തോന്നിയേക്കണത് ഈ ഒരു റെവല്യൂഷൻ്റെ ഇത് ലിപ് ഗ്ലോസ് ആണ്, പ്ലംബിങ് ലിപ് ഗ്ലോസ് ആണ്. ഇത് നല്ല രസം ഇതിടുമ്പം. പിന്നെ ഈ ഒരു നിക്സിൻ്റെ എനിക്ക് അത്ര ഇഷ്ടമില്ല, കുറച്ച് ഡാർക്കായി പോയി ഷെയ്ഡ്. എനിക്ക് അത്ര ഇണങ്ങുന്ന പോലെ എനിക്ക് തോന്നിയില്ല. സോ ഇതൊക്കെ കുഴപ്പമില്ല. പിന്നെ ഫെൻറ്റി ബ്യൂട്ടിയുടെ ഈ ലിപ് ഗ്ലോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ ലിപ് ഗ്ലോസിൻ്റെ കളക്ഷൻ ഉണ്ട്, അതിൻ്റെ ഫേവറേറ്റ് ആണ് നിങ്ങളെ കാണിച്ചത്. ഇനി ഈ മാർസിൻ്റെ കുച്ചിപ്പൊടി, അതെനിക്ക് ഇഷ്ടമാട്ടോ. ഞാൻ റെഗുലറായിട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോറിയലാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത്. എനിക്ക് കൂടുതൽ പീച്ച് ഷെയ്ഡാണ് ഇഷ്ടം കേട്ടോ. എനിക്കൊന്ന് ഫെയർ സ്കിന്നിന് ഏറ്റവും ഇണങ്ങുന്നത് പീച്ച് ഷെയ്ഡാണെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം എനിക്ക് പീച്ച് ഷെയ്ഡാണ് ഇഷ്ടം. പിന്നെ പിന്നെ ഈ ഒരു ഷെയ്ഡ്, ഇത് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് ഇതിൻ്റെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ, ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ നിസ്സാര എമൗണ്ട് ഉണ്ടായിരുന്നു, ലൈക്ക് 199, എനിക്ക് ഓർമ്മയില്ല, ഞാൻ നൈക്കിന്ന് വാങ്ങിച്ചത്. പക്ഷേ ഇത് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് പീച്ചൊന്നുമല്ല, ഒരു ന്യൂഡ് ഷെയ്ഡാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുറേ പേര് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ചോദിക്കാറുള്ളതാണ്. പിന്നെ കുറേ നമ്മുടെ മസ്കാര കളക്ഷൻസാണ്. മസ്കാരയിൽ ഞാനിപ്പോൾ കറൻ്റ്ലി കൂടുതൽ യൂസ് ചെയ്യണത്, എൻ്റെ കയ്യിൽ ഇപ്പം 3 എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട് എവിടെയൊക്കെ ഇരിക്കണ്ട്. കുറേ വേറെയും ഉണ്ട് കുറച്ച്. ഇതിൽ എനിക്കിഷ്ടം ഇപ്പം ഞാൻ കറൻ്റ്ലി, എല്ലാവർക്കും അറിയാം മേബിളൈൻ്റെ എനിക്ക് മേബിളൈനാണ് ഏറ്റവും ഫേവറേറ്റ്. അപ്പോൾ മേബിളൈൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ റിമ്മൽ ലണ്ടൻ്റെ ഇത്. ബാക്കി ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, വെറുതെ ഇതിൽ വെച്ചേക്കുന്നത്. വെറുതെ എന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും, അതുകൊണ്ടാണ് ഇതിലിരിക്കുന്നത്. പിന്നെ എനിക്ക് പിന്നെ ഞാൻ കാണിക്കുന്നത് ബ്രോ പെൻസിലാട്ടോ. ബ്രോ പെൻസിലിൽ എൻ്റെ ഇപ്പോഴത്തെ കറൻ്റ്ലി ഫേവറേറ്റ് ഇവിടുത്തെ ഒരു ബ്രാൻഡാട്ടോ, മ്യൂൻ. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യണത് എൽഫിൻ്റെ ആയിരുന്നു. എൽഫിനെക്കാട്ടും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്ന നാട്ടിലിത് അവൈലബിൾ അല്ലായിരിക്കും. ഇവിടുത്തെ ഡ്രഗ് സ്റ്റോർ ബ്രാൻഡാണിത്. അത് ഭയങ്കര ഇതേപോലെ ഇരിക്കണതുകൊണ്ട് ഭയങ്കര പ്രിസൈസായിട്ട് ഇതിൻ്റെ സൈസ് കണ്ടോ. അതുകൊണ്ട് നല്ല രസമായിട്ട് നമുക്ക് ഐബ്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഐബ്രോസിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇതാണ് യൂസ് ചെയ്യണം, അല്ലാതെ കുറേ ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ അടുത്തത് ഇവിടെ ഇതിൽ ബ്ലഷ് വരുമ്പം
ഞാൻ എപ്പോഴും ഈ ഒരു ബ്ലഷ് ഉണ്ട് ബെഡീറ്റിൻ്റെ ആണ് യൂസ് ചെയ്യണത്. കാര്യം ഇത് ഭയങ്കര നാച്ചുറൽ ആയിട്ട്, അല്ലാതെ കുറേ ബ്ലഷുകളുണ്ട്, പക്ഷേ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കറൻ്റ്ലി അല്ല, ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് ബെനീറ്റുണ്ട്. കാര്യം അത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഫേസിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ബാക്കി ബ്രൗൺ വേറെ കുറേ ഷെയ്ഡും ബ്ലഷിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചിലപ്പം ഞാൻ കുറേ വീഡിയോസ് അല്ലാതെ ചെയ്തിട്ടുണ്ട്, അതിലുണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ കറൻ്റ്ലി ഈ ഒരു ഇങ്ങനെ വെച്ചേക്കണോണ്ട് കാണാൻ നൈസായിട്ട് ഇങ്ങനെ ഇരുന്നോളും. പിന്നെ ലിപ് ബാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഇതിലില്ല, അല്ലാത്ത ബ്രാൻഡൊക്കെ ഇതിലുണ്ട്. റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യണം ഈ ചാപ്സ്റ്റിക്കിൻ്റെ തന്നെ. ഇത് ഒറിജിനലാണ്, ഒറിജിനലല്ല, ഇത് ചെറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് റെഗുലറായിട്ട്. അതെൻ്റെ ഭയങ്കര ഡ്രൈ ലിപ്സ് ആണ്. അപ്പം അത് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ യൂസ് ചെയ്യണത് ബോഡി ഷോപ്പിൻ്റെ ഒരു ആൽമണ്ട് മിൽക്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലിപ് ബാമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് പുറത്തുണ്ട്. പിന്നെ ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാം എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിത് സത്യം പറഞ്ഞാൽ ഞാനിത് യൂസും ചെയ്തിട്ടില്ല. എനിക്ക് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എന്തോ ഞാൻ ഭയങ്കര വീഡിയോസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത്, പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല. പിന്നെ നൈബേഡ് ഇത് ഞാൻ യൂസ് ചെയ്യാറ് പോലും ഇല്ല, പക്ഷെ ഞാൻ ഇത് എന്തുകൊണ്ട് ഇതിൽ വെച്ചതെന്ന് എനിക്കറിയില്ല. കാര്യം നൈബേഡ് ആകെ എനിക്ക് ഐലൈനറാണ് ഇഷ്ടപ്പെട്ടേക്കണത്. അതെന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കരമായിട്ട് അത് പ്രൊമോഷൻ വീഡിയോ ചെയ്യണമെന്ന് എനിക്കറിയില്ല ആൾക്കാർ. ഞാൻ കുറേ പ്രൊഡക്ട്സ് അവിടെ വാങ്ങിച്ചിരുന്നു, പക്ഷെ എനിക്ക് ആകെ ഐലൈനർ ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടമായില്ല, അതൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. പിന്നെ കൺസീലറിൽ അഫ്കോഴ്സ് മെയ്ബിലൈൻ്റെ ഫിറ്റ് മീ. മെയ്ബിലൈനെ ഞാൻ പറയുള്ളൂ, കാര്യം അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ കുറേ സംഭവങ്ങൾ ഇതിലുണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊക്കെ പോട്ടെ. പിന്നെ വന്നത് നമുക്ക് ഇതിൽ മോയ്സ്ചറൈസർ ഞാൻ കാണിക്കാം. മോയ്സ്ചറൈസറിൽ ഞാൻ ഇപ്പോൾ ഇതിൽ വെച്ചേക്കുന്ന ഈ ഒരു മോയ്സ്ചറൈസറാണ്, എംബ്രോലിസ് എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒലയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. അപ്പം ഇത് എനിക്കിഷ്ടമാട്ടെ, ഇതും നല്ലൊരു മോയ്സ്ചറൈസറാണ് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഹൈലൈറ്റർ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിപ്പം ഫൗണ്ടേഷൻ ഒന്നും ഇടാറില്ല, ആകെ ഹൈലൈറ്റർ മാത്രം എൻ്റെ ഫേസിൽ യൂസ് ചെയ്യാറ്. ഫൗണ്ടേഷൻ ഞാൻ പണ്ടേ നിർത്തിയതാണ്. മെയ്ബിലൈൻ്റെ ഒക്കെ എൻ്റെ കയ്യിൽ ഇവിടെ ഇരിപ്പുണ്ട്. മെയ്ബിലൈൻ അങ്ങനെ വേറെ ലോറിയൽ അങ്ങനെ കുറേ ബ്രാൻഡ് ഇവിടെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചേക്കണേനെ വല്ല കാലത്ത് ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ. അല്ലാതെ എൽഫിൻ്റെ ഫിൽറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, പക്ഷെ അതിപ്പം ഇവിടെ ഇല്ല, സാക്ക് എവിടെയോ കൊണ്ട് വെച്ചായിരുന്നു. ഞാൻ റെഗുലറായിട്ട് ഇപ്പം ഈ ഒരു ഹൈലൈറ്റർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ലൈറ്റിൻ്റെ ഈ ഒരു ഹൈലൈറ്റർ ആട്ടോ. ഇത് അടിപൊളിയാണ്, പക്ഷെ എക്സ്പെൻസീവ് ആണ്. നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇല്ല, ബട്ട് ഇത് അടിപൊളി ഹൈലൈറ്ററാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് ചെയ്യുമ്പോൾ പറയണതാണ്. പിന്നെ എനിക്ക് ഇഷ്ടം എന്താ പറയുക, ഈ ഒരു മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീമുകളിൽ വെറ്റ് ആൻഡ് വൈൽഡും മാക്കിൻ്റെ എന്തെങ്കിലും ഇരിക്കണം. അതിലെനിക്ക് മാക്കിൻ്റെ ആണ് ഇഷ്ടം, ഒരു പിങ്ക് ആണ് എനിക്ക് ഇഷ്ടം. ബാക്കി കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ ഇതിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് ഐ ഷാഡോയിൽ ഇഷ്ടം ഹിജാ ബ്യൂട്ടിയുടെ ഇത്. എൻ്റെ ഐ ഷാഡോയിൽ കുറേ റെവല്യൂഷൻ പിന്നെ നൈക്കയുടെ ഒക്കെ ഇരിപ്പുണ്ട്. അതിൽ എൻ്റെ ഇത് ഓഫ്കോഴ്സ് ഈ ഒരു ഹിജാ ബ്യൂട്ടിയുടെ ഇഷ്ടം. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ്, എപ്പോഴും അല്ല ഡെയിലി ഞാൻ ഈ ബ്രാൻഡ് എനിക്കറിയില്ല, ഡ്രഗ് സ്റ്റോർ ബ്രാൻഡിൽ എനിക്ക് കിട്ടിയ ഇതായിട്ടാണ് യൂസ് ചെയ്യണം. പക്ഷേ അല്ലാതെ മേക്കപ്പ് ചെയ്യുമ്പം ഭയങ്കര ലോങ് ലാസ്റ്റിക്കും എല്ലാം എനിക്ക് തോന്നി ഹിജാ ബ്യൂട്ടിയിട്ടാണ്. പിന്നെ ഈസി ബേക്ക്, ഇത് പറയേണ്ട ആവശ്യമില്ല, ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ സാമ്പിൾ കിട്ടിയതാട്ടോ. ഇതിൻ്റെ വേറെയും ഷെയ്ഡ്, എല്ലാ ഷെയ്ഡും എനിക്ക് കിട്ടിയായിരുന്നു. കാര്യം നമ്മൾ ഹിജാ ബ്യൂട്ടിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർ സാമ്പിളായിട്ട് കുറേ അയച്ചിരുന്നു. അപ്പം അത് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൽ ഞാനാകെ കൂടുതൽ യൂസ് ചെയ്യണം ബനാന ബ്രെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ആ ബേക്കിംഗ് പൗഡറിൽ. അപ്പം അതെനിക്കിഷ്ടമാണ്. പിന്നെ വന്നത് ഇതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബോഡി ഷോപ്പിൻ്റെ ആൽമണ്ട് മിൽക്ക് ഈ ഒരു മോയ്സ്ചറൈസറൊന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ കുറേ അല്ലറ ചില്ലറ ഉണ്ട്. നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കണില്ല, എൻ്റെ ഫേവറേറ്റ്സ് മാത്രമാണ് ഞാനിവിടെ കാണിച്ചത്. ചിലത് ഞാൻ കാണിച്ചിട്ടില്ല, റെഗുലറായിട്ട് യൂസ് ചെയ്യണത് ഞാൻ കാണിക്കാത്തത് എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കണതുകൊണ്ട് അത് നിങ്ങളെ ബോറടിപ്പിക്കണില്ല കാണിച്ച്. എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാത്ത സംഭവം. അപ്പം പിന്നെ ഈ ഒരു എൽഫിൻ്റെ ഇത്
പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ, ബ്ലഷിൽ എപ്പോഴും ബ്ലഷ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ലിക്വിഡ് ബ്ലഷ് ആയിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ലിക്വിഡ് ആയിട്ടുള്ള ഇപ്പോൾ ഹൈലൈറ്റർ ആണെങ്കിലും എല്ലാം ആ ഒരു ഇതിലേ യൂസ് ചെയ്യണം. അപ്പം നന്നായിട്ട് മറ്റേ ഗ്ലോയി മേക്കപ്പ് അല്ലെങ്കിൽ ഗ്ലോയി ലുക്കിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഈ കണ്ട കാര്യം ഇത്രയും പർച്ചേസ് ചെയ്യണത് ഞാനൊരു മേക്കപ്പ് ലവർ ആയതുകൊണ്ടാണ്. എല്ലാവരും ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നും ഇല്ല. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണത് എല്ലാം ബെസ്റ്റാണെന്നാണ് എൻ്റെ ഒരു ഇതിൽ. അല്ലെങ്കിൽ എനിക്ക് ഞാൻ അത്രയും ഇഷ്ടപ്പെടാതെ ഞാനൊരു പ്രൊഡക്റ്റും റെക്കമെൻഡ് ചെയ്യാറില്ല നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് ഒരെണ്ണം ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും ഞാൻ നാട്ടിൽ നിന്ന് വരുത്തിക്കുന്നുണ്ട്. നിങ്ങളെനിക്ക് കമൻസ്, അത് ഒരാളല്ല, എനിക്ക് തോന്നുന്നു 5-6 മെസ്സേജ് വന്നത് ഒരു ഷെയ്ഡ്. അതെന്തായാലും ഞാൻ വേഗം തന്നെ വീഡിയോ ചെയ്യും എനിക്ക് നാട്ടിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പം. ഓക്കെ, അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ ഞാൻ ഈ ഒരു ഇതും കൂടി ജസ്റ്റ് കാണിച്ചേക്കാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, നല്ല രസമല്ലേ. ഇതേപോലെ എല്ലാം എടുത്ത് വെച്ചാൽ ഇതേപോലെ തിരിച്ചും വെക്കാൻ പറ്റും. കുറേ ഇങ്ങനെ ഒതുക്കിയല്ല, എന്നാലും ഇങ്ങനെ ഒതുക്കി വെക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ബോക്സ് അത്യാവശ്യമുള്ളവർക്ക് ഇങ്ങനെ വാങ്ങിക്കുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. ആമസോണിലും നാട്ടിലും അവൈലബിൾ ആയിരിക്കും എന്തായാലും. സോ എല്ലാ വീഡിയോസിനും സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് താങ്ക് യു. ഇനിയും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അധികം ലെങ്തി ആക്കിയില്ലെന്ന് ഞാൻ വിശ്വസിക്കണേ. എനിക്കധികം ലെങ്തി വീഡിയോ ആക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഞാൻ സംസാരിക്കണം ലാഗ് അടിക്കണമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ കുറവുകൾ മാറ്റാൻ ശ്രമിക്കാം. നല്ലതുണ്ടെങ്കിൽ നല്ലത് നിങ്ങൾക്ക് പറയാം. അപ്പം ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത വീഡിയോ വെച്ച് നാളെ കാണാം. ബൈ.